തില്ലങ്കേരിയിലെ ജൈവ കർഷകൻ ഷിംജിത്ത് തില്ലങ്കേരി ഒരു ഗൃഹപാഠമാണ്. കർഷകർക്കും കാർഷിക വിദ്യാർത്ഥികൾക്കും കൃഷിയെ സ്നേഹിക്കുന്ന ആർക്കും മഞ്ഞളിന്റെ അപൂർവ ശേഖരവുമായി ജൈവകം എന്ന ജൈവ കാർഷിക നഴ്സറിയിലെത്തുന്നവരെ വിസ്മയിപ്പിക്കുകയാണ് ഷിംജിത്ത്. ആ വിശേഷങ്ങളിലേക്ക് വേറിട്ടൊരു വാർത്ത. തന്റെ കൃഷിയെക്കുറിച്ച് ഷിംജിത്ത് പറയുന്ന വാക്കുകളിലേക്ക് ആദ്യം. കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 32ാമത്തെ കൊല്ലമാണ്. അച്ഛൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയ അറിവാണ് എന്നെ ഇവിടത്തേക്ക് എത്തിച്ചത്. മെയിനായിട്ട് കൃഷിയാണ്. അതിൻ്റെ അടുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലം മുന്നിൽ ഒരു അവാർഡ് മേടിക്കാൻ പകരം ഒരു മുറി കൂടി കിട്ടി എനിക്ക്. മുറിച്ച് വെച്ചാൽ ഇല കൂടി വെക്കുന്നത് അതെന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെയാണ് ഔഷധ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജൈവവൈവിധ്യ പഠന കേന്ദ്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ വിദേശികൾ എല്ലാവരും വരുന്ന ഒരു സ്ഥലം കൂടിയായി മാറി. 130-ലധികം ഇനം മഞ്ഞളുകളാണ് ഷിംജിത്തിന്റെ ശേഖരത്തിലുള്ളത്. നാടൻ മഞ്ഞൾ മുതൽ കിലോയ്ക്ക് 1.5 ലക്ഷം വരെ വില വരുന്ന വാടാർ മഞ്ഞൾ വരെയുള്ള ശേഖരമാണ് ഷിംജിത്തിന്റെ ശേഖരത്തിലുള്ളത്. തില്ലങ്കേരിയിലെ ജൈവക എന്ന കാർഷിക നഴ്സറി സന്ദർശിക്കാനെത്തുന്നവർക്ക് ഷിംജിത്ത് വിസ്മയം തീർത്തിരിക്കുന്നത്. മഞ്ഞളിൽ ഏറ്റവും വില കൂടിയ ഒരു മഞ്ഞളാണ് വാടാർ മഞ്ഞൾ എന്ന് പറയുന്ന ഈ മഞ്ഞൾ. ഇതിന്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലത്തിന്റെ കളറായിരിക്കും ഇതിന്റെ ഉള്ളിൽ. അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ് കളറ്. ഇത് ഒരുപാട് ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപൂർവമായിട്ടുള്ള ഒരു മഞ്ഞൾ കൂടിയാണ് വാടാർ മഞ്ഞൾ എന്ന് പറയുന്ന ഈ മഞ്ഞൾ. ഇതാണ് ചന്ദനത്തിന്റെ മണമുള്ള മഞ്ഞൾ. ഇതിനുള്ളിൽ ഏകദേശം ചന്ദനത്തിന്റെ കളർ പോലെ ക്രീം കളറായിരിക്കും, പച്ചയും ഇത് കലർന്ന കളറായിരിക്കും. മണപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ചന്ദനം മണക്കുമ്പോൾ അല്ല മണക്കും. അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ്. ഇതാണ് പച്ചക്ക് തിന്നാൻ പറ്റിയ മഞ്ഞളാണ്. നമ്മള് പച്ചക്ക് ഇത് മറ്റേ മഞ്ഞൾ ഒന്നും പോലെ ഭയങ്കര കുത്തൽ ഉണ്ടാവില്ല. സമ്മന്തി അരക്കാനെല്ലാം പറ്റിയ ഒരു സാധനം കൂടിയാണ് ഇത്. മഞ്ഞളിന്റെ കൂട്ടത്തിൽ കറിമഞ്ഞളിന്റെ കൂട്ടത്തിൽ ഏറ്റവും വിലയില്ല നാഗമഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞൾ. വിഷചികിത്സ പോലുള്ള ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിനെന്ന് പറഞ്ഞാല് 1800 രൂപ 1 കിലോ പച്ചമഞ്ഞളുടെ വിലയാണ്. അങ്ങനെ എല്ലാ ഒരു മഞ്ഞളാണ് നാഗമഞ്ഞൾ എന്ന് പറയും. ദേവമഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പറിച്ചെടുത്തിട്ട് ഒരു ചട്ടിയിലോ കുടുക്കയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് പൊടിഞ്ഞ് ഭസ്മായി തീരും. നമ്മൾ പൊടിച്ചെടുക്കണ്ട. പണ്ട് കാലത്ത് ദൈവക്കോലങ്ങൾ മുഖത്തെഴുതാൻ ഉപയോഗിച്ച ഒരു മഞ്ഞൾ കൂടിയാണ് ദേവമഞ്ഞൾ എന്ന് പറയുന്ന ഈ മഞ്ഞൾ. കിലോയ്ക്ക് 1800 രൂപ വിലയുള്ള കറിക്ക് ഉപയോഗിക്കുന്ന നാഗമഞ്ഞൾ മുതൽ ചന്ദനമഞ്ഞൾ, വിക്സ് മഞ്ഞൾ, പച്ചമഞ്ഞൾ, നീലമഞ്ഞൾ, കറുപ്പുമഞ്ഞൾ, ചുവപ്പുമഞ്ഞൾ എന്നിവയ്ക്കൊപ്പം വെള്ള, മഞ്ഞ, ചുവപ്പ് നിറത്തിലുള്ള 4 ഇനം കസ്തൂരി മഞ്ഞളും 32 ഇനം കരിമഞ്ഞളുകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഞാൻ 130ഓളം മഞ്ഞളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം കിഴങ്ങൾ പറിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പ്രദർശനം പോലെ വെച്ചിട്ടുണ്ട്. ഒരു മാസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കുറേ അപൂർവ ഇനത്തിൽപ്പെട്ട മഞ്ഞളുകൾ, ഏറ്റവും വില കൂടിയ വാടാർ മഞ്ഞൾ, പിന്നെ അതുപോലെ കറിയിൽ ഉപയോഗിക്കുന്ന വില കൂടിയ നാഗമഞ്ഞൾ, പിന്നെ കസ്തൂരി മഞ്ഞളിൽ തന്നെ ഒരു 4 ടൈപ്പ് കസ്തൂരി മഞ്ഞളുകൾ, ഇങ്ങനെയുള്ള മഞ്ഞളെല്ലാം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കൃഷിയാണ്. കൃഷീൻ്റെ ഒപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെല്ല് ചെയ്യുന്നുണ്ട്, വാഴ ചെയ്യുന്നുണ്ട്, പച്ചക്കറി എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഔഷധ കൃഷി ഒരു 1500ഓളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ തുളസി തന്നെ നമ്മളെടുത്തൊരു 45ഓളം തുളസികളുണ്ട്. അതിൽ തുളസിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കത്തുന്ന തുളസികൾ, അതുപോലെ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങൻ്റെ മണവിലെ തുളസികൾ, മീനിൻ്റെ മണവിലെ തുളസികൾ, കർപ്പൂരത്തിൻ്റെ മണവിലെ തുളസികൾ, അങ്ങനെയുള്ള തുളസികൾ. പിന്നെ കറ്റാർ വായൽ ഒരു 14 ടൈപ്പ് കറ്റാർ വായകളുണ്ട്. പൊട്ടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോര പോലെ വരുന്ന കറ്റാർ വായകൾ, അങ്ങനെയുള്ള കുറേ അപൂർവ സാധനങ്ങൾ സംരക്ഷിക്കും. പിന്നെ യുദ്രാക്ഷത്തിൽ നമ്മളെടുത്ത യുദ്രാക്ഷങ്ങൾ ഇപ്പം കായ്ച്ചു കിടക്കുന്നതാണ്. ഒരു മരത്തിലാണ് 1 മുതൽ 32 വരെയുള്ള മുഖങ്ങൾ വരിക. അതിൻ്റെ അകത്ത് ഒറ്റ മുഖം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജന്മത്തിൽ 1 or 2 കിട്ടും. അങ്ങനെയല്ലേ അപൂർവ യുദ്രാക്ഷങ്ങൾ. ഇതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാനും പറ്റും.
മഞ്ഞ ഇഞ്ചി, ചുവന്ന ഇഞ്ചി, കറുത്ത ഇഞ്ചി, വന ഇഞ്ചി, കാട്ടിഞ്ചി, മലയിഞ്ചി, മഗീർ ഇഞ്ചി എന്നിങ്ങനെ 30 ഇനം ഇഞ്ചികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇതുമാത്രമല്ല, 14 ഇനം കറ്റാർവാഴകൾ, രുദ്രാക്ഷം, കമുണ്ടുകുടുങ്ങി, 1500ഓളം ഔഷധ സസ്യങ്ങളും, നെല്ല്, വാഴ, മത്സ്യം, തേനീച്ച തുടങ്ങിയ ഇനങ്ങളും ഈ കൃഷിയിലുണ്ട്. 260 ഇനം നെല്ലിനങ്ങളാണ് ഇവിടെയുള്ളത്. മികച്ച വിത്ത് സംരക്ഷകനുള്ള ജൈവ വൈവിധ്യ ബോർഡിന്റെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളടക്കം ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഞാനിവര് തന്നെയാണ് ഇപ്പം കൃഷിയിൽ ഉണ്ടാല് തേക്ക് നിറയ്ക്കാനും കൂടെ വെള്ളം കോരാനും എല്ലാം ഉണ്ടാകലുണ്ട്. എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകലുണ്ട്. എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഷിംജിത്തിനെ പോലുള്ള കർഷകരാണ് കാർഷിക കേരളത്തിന്റെ അഭിമാനമെന്ന് സംശയം കൂടാതെ നമുക്ക് പറയാനാവും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.